അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്പെഷ്യലാണ് അല്ലേ. അത് പിന്നെ റമദാനിലെ ആദ്യത്തെ ജുമയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ അല്ലേ. അപ്പം പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ബീഫ് ഇട്ടിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തറാവീഹിന് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇഫ്താർ ടൈമിൽ സ്നാക്കായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റാണ് കുമ്പളപ്പത്തിൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിപ്പത്തിൽ കക്ക റൊട്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. വേറൊന്നുമല്ല, അതിൻ്റെ ആ ഒരു പിടി ഉരുട്ടൽ തന്നെ, അതിനാണ് ടൈം പോവുക. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ള പൊന്നി അരിയാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം. ഗ്രൈൻഡറിലാകുന്ന സമയത്ത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റും. എൻ്റെ അടുക്ക മിക്സി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊരു കോട്ടൺ ക്ലോത്തിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കണം. കയ്യിലിട്ടിട്ട് പിടി ഉരുട്ടേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അരി അരച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് കറിയും തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലാമ്പും കാൻഡിലും ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കളറിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള കളറിലും നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു മഞ്ഞളിട്ടിട്ടുള്ള മഞ്ഞ അരിയാക്കിയിട്ട് കൽമക്കായ്ക്കൊക്കെ ആക്കുന്നില്ല, അതേപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണേ. ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം സവാള ചെറിയ പീസ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഏതായാലും ഇത് ടൈറ്റാക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിനുള്ള അരി അരച്ചെടുക്കണേ. അപ്പോൾ നമുക്കിത് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്തിലിട്ടിട്ട് ഇതൊന്നങ്ങ് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റിയെടുക്കാം. അരി അവിടെ ഡ്രൈ ആവാൻ വെച്ച സമയം കൊണ്ട് ഈ ഒരു കുഞ്ഞിപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബീഫ് ഞാൻ ആദ്യം തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഐസ് പോകാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കുറച്ച് ഉപ്പും വറുത്ത മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊക്കെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുക. ആ ഒരു സമയത്തേക്ക് ഈ ഒരു മസാല നന്നായിട്ട് ഈ ഒരു ബീഫിൽ പിടിച്ച് കിട്ടിക്കോളും. പിന്നെ മഞ്ഞളും മുളകും ഒക്കെ ഞാൻ ആ ഒരു സവാള വഴറ്റുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കറിവേപ്പിലയും. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി നമുക്ക് വേഗം തന്നെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ കിട്ടുക ഈ ഒരു വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തതും സവാളയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ബീഫിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. കുക്കർ അടച്ച് വെച്ചിട്ട് സവാള ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുമ്പളപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ബോയിലേക്ക് കിട്ടുക. അപ്പോഴേക്കും എന്താ നമ്മൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകൊക്കെ കൃഷി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു ഇത്തിരി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇത്രയും പൊടികളും ചേർത്ത് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം.
തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തതിന് ശേഷം ആദ്യം ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീഫിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് കറിയല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മൾ ഇത് കുഞ്ഞിപ്പത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. ഒരു ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബീഫ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത്രയും ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ ബീഫ് പെട്ടെന്ന് എന്ത് വന്നോളെ. ബീഫ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തീരെ ചെറിയ പീസായിട്ടും നല്ല വലുപ്പത്തിലല്ലാതെ ഒരു മീഡിയം സൈസിൽ വേണം കുഞ്ഞിപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബീഫ് കട്ട് ചെയ്തെടുക്കാൻ. ബീഫ് വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് കുമ്പളപ്പത്തിൻ്റെ ആ ഒരു മൈദയുടെ ഡോ തയ്യാറാക്കി എടുക്കണം, അത് പരത്തിയെടുക്കാനുള്ള. പക്ഷേ ഈ ഒരു പണിയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത്. ആ ഒരു മൈദ കുഴക്കുക, പരത്തുക. ഇതിന് പകരം നമുക്ക് സമൂസയുടെയും സ്പ്രിംഗ് റോള് പഫ്സിൻ്റെ ഒക്കെ ഷീറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുമ്പളപ്പത്തിന് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് പരത്ത് തന്നെ ചെയ്യണം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പും ഓയിലും വെള്ളവും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്. എഗ്ഗൊക്കെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ ഫില്ലിങ്ങിനായിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുമ്പളപ്പത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ വ്ലോഗിൽ കാണിക്കുന്നില്ല, അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പിടി ഉരുട്ടലാണ് ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അരി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ കയ്യിലിട്ടിട്ട് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം അരിയിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാൻ. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു 2 ഇലയിലേക്ക് നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിൻ്റെ പിടി ഉരുട്ടിയിട്ട് ഇടാം. കുഞ്ഞിപ്പത്തിൻ്റെ പിടി ഉരുട്ടുന്ന സമയത്ത് പലരും പല വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും സെയിം ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ ഞാനിതിപ്പം ഓരോന്ന് ഇങ്ങനെ പിടി ഉരുട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേഗത്തിൽ എന്തായാലും ഉണ്ടായി കഴിയില്ല. അപ്പം ഞാൻ അവരെ ഒന്ന് ഹെൽപ്പിന് വിളിച്ചുകൊണ്ട് വരട്ടെ. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്താൽ വേഗം കഴിയും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതാക്കേണ്ടി വരും. എല്ലാവരും പിടി ഉരുട്ടിതാ. പണ്ട് 6ാം ക്ലാസ് പഠിക്കുന്നത് പണ്ട് അതാ പറഞ്ഞ വേഗം എന്റെ സമയം പോന്നു വാങ്ങിപ്പം കൊടുക്കും. കുഞ്ഞിപ്പത്തില് റെഡിയായോ ഇത്ര പെട്ടെന്ന്? ആ സിറ്റ് ചെയ്തിട്ട് അതിന്റെ എങ്ങനെയുണ്ടോ സി രസമുണ്ടാ ചെയ്യേ? നല്ല രസം ഉണ്ടാവില്ലല്ലേ? ജമലോ എന്റെ മോളെ ഹെൽപ്പ് എനിക്ക് വേണ്ട, മോൾ പോയി കളിച്ചോ പ്ലീസ്. Easy work, Zamalune? First, guys, we should take some small piece, put it somewhere, and then smash it. So yeah, it is easy. So who are having hand pain, they can do easily by doing that. You understand? Hand pain and muscle pain. So you can try this. First, take a roll. So take it and then smash it. ഇങ്ങനെ കുറച്ച് അരി എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടണം. ശരിക്കും ഇങ്ങനെയാ ചെയ്യാ. ന്യൂജൻ ഉരുട്ടല് കാണിച്ചു തരാം. Newgen, like take some small piece and take we can find one spot and then we can place this and then smash it. Easy. But no place, so that's why അത് അടുത്ത ലീഫ് എടുത്തോ. അല്ല അത് മാറ്റിക്കോ, സൈഡിലോട്ട് മാറ്റിയിട്ട് സെപ്പറേറ്റ്. ഞാനെന്നാ ജ്യൂസല്ല എടുക്കട്ടെ. mango juice. മാംഗോ അല്ല, മുഹബത്ത് കാ സർബത്ത് എന്ന് വാട്ടർമെലണ്. യെസ് ഓക്കെ, എന്നാ ഞാൻ പോന്നെ. സ്പീഡാക്കണേ. 4:20. എത്ര മണിക്കാണ് ബാങ്ക്? ഞാൻ പോന്ന.
അപ്പോൾ ഓരോ ഇലയിലായിട്ട് കുഞ്ഞിപ്പത്തിൽ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ കുമ്പളപ്പത്തിലും നമ്മളെ മുഹബത്ത് കാ സർബത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുമ്പളപ്പത്തിൽ. തുർക്കിപ്പത്തിരി എന്നാണ് ശരിക്കും പേര്, കുമ്പളപ്പത്തിൽ എന്നാണ് ഞങ്ങൾ പറയുക. ബീഫ് ഇട്ടിട്ടാണ് ഈ ഒരു കുമ്പളപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുഞ്ഞിപ്പത്തിലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബീഫ് കറിയിൽ നിന്ന് ഒരു 5-6 പീസ് ബീഫ് അടിച്ച് മാറ്റി ചെയ്തതാണ്. അപ്പോൾ എളുപ്പത്തിൽ പണിയും കഴിഞ്ഞു. പിന്നെ അതാ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കില്ലേ, മുഹബത്ത് കാ സർബത്ത്, വാട്ടർ മെലണും റുഹഫ്സയും പാലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ. പിന്നെ അത് മാത്രമല്ല, ഇഫ്താർ ടൈമിലൊക്കെ ഇതാണ് നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ജ്യൂസ് ആകുന്ന സമയത്ത് മിക്സി ജാറിലിട്ട് അടിക്കണം, മിക്സി കഴുകണം, അത് അരിക്കണം, അങ്ങനെയൊക്കെ കുറേ പണി ഉണ്ടാവില്ല. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ആയിരിക്കും കുടിക്കാൻ. ഇത് കുറച്ച് നടത്തൊക്കെ What is that, Zamalo? മാഷാല്ലാ. ഞാൻ വിചാരിച്ചു ചപ്പാത്തി എന്ന് പറയാത്തതാ. കഴിഞ്ഞ പല ഷേപ്പിലുള്ള, എന്നാലും സാരയില്ല. സെമില് കുറച്ച് ഇതാ ഇതെല്ലാം സെമില് ചെയ്തത്. സമല് ഹെൽപ്പ് ചെയ്തിക്കാ. ഗുഡ് ഗേൾ ആണേ. അങ്ങനെ എല്ലാവരും കൂടി പിടിയിരുട്ടി ഇട്ടതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ അരപ്പും ബീഫ് കറിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞിപ്പത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം അത് ഓരോ പിടിയും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഇത്തിരി മാത്രം മതി, ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാം വിട്ട് കിട്ടുക. ആ ഒരു ചൂടോട് കൂടെ തന്നെ ചെയ്യണം. ഇത് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഏതായാലും തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിപ്പത്തിൽ കഴിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അത് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് ഫിനിഷ് ആക്കുമ്പോൾ ഞാൻ ഷുഗർ ഇട്ടില്ല, റോസ് മധുരമുള്ളൂ ഉണ്ടല്ലോ. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുഞ്ഞിപ്പത്തിലിൻ്റെ തേങ്ങയുടെ അരപ്പൊക്കെ ആക്കിയിട്ട് കുഞ്ഞിപ്പത്തിൽ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സി ജാറിലോട്ട് ചെറുകിയ തേങ്ങ, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം ഇവ ചേർത്തിട്ട് ഒരിത്തിരി വെള്ളത്തിൽ നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുഞ്ഞിപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവാള, ഇഞ്ചി ചെറുതായിട്ട് ചതച്ചെടുത്തത്, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്തിട്ട് നല്ലോണം ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങയുടെ അരപ്പിലും ബീഫിലും ഒക്കെ മസാലപ്പൊടികളുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരിത്തിരി പൊടികൾ ചേർത്തിട്ട് നല്ലോണം ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ബീഫ് കറിയിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്, പിന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിൻ്റെ ആ ഒരു പിടിയിലും ഉപ്പുണ്ട്. ഇനി ഈ ഒരു തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ഗ്രേവി മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, കാരണം ആ ഒരു തേങ്ങയുടെ അരപ്പിന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ലൂസായി പോകണ്ടെന്ന് വെച്ചിട്ട് ഗ്രേവി മുഴുവനായിട്ട് വയ്ക്കുന്നില്ല. അതിലുള്ള ബീഫിന്റെ പീസും കുറച്ച് ഗ്രേവിയും മാത്രം ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കുഞ്ഞിപ്പത്തിലിന്റെ പിടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ആ ഒരു പിടിയിലേക്ക് മസാലകൾ മുഴുവനായിട്ടും ഇറങ്ങി വരുന്ന തരത്തിൽ ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റോളം അത്രയും മാത്രം മതിയാകും. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടെ കഴിക്കുന്നതിൽ നല്ലത് കുറച്ച് സമയം വെച്ചിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്നങ്ങ് തിക്കായിട്ട് മസാലകൾ നല്ലോണം അതിൽ പിടിച്ച് കിട്ടുന്ന സമയത്ത് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഫേവറേറ്റ് ടേസ്റ്റ് നോക്ക്. കൈ കൊണ്ട് തിന്നോ. നല്ല ടേസ്റ്റില്ല. അടിപൊളി അടിപൊളി ടേസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നതാണ് കുഞ്ഞിപ്പത്തിനുണ്ടല്ലോ ഓരോ സിംഗിൾ ആയിട്ടല്ല പറ്റുന്നത്. പക്ഷെ നമ്മൾ തിന്നുമ്പോ 5-10 പീസ് ഒന്നായിട്ടാണ്. കുഞ്ഞിപ്പത്തിലെല്ലാം തിന്ന് കഴിഞ്ഞപ്പോഴാണ് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലിവിംഗ് റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാറ്റ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതൊരു 3-4 ദിവസമായി അവർ വിളിക്കുന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വാങ്ങിക്കാണ്ട് വെച്ചതായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്ത സമയത്ത് ഇവരുടെ അടുത്തുനിന്നല്ലേ, വേറൊരു ഷോപ്പിലായിരുന്നു ക്ലീൻ ചെയ്ത സമയത്ത് അത് കൊണ്ടുവന്നിട്ട് വിരിച്ചപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഇത് ആ ഒരു ഉണങ്ങാത്ത പോലത്തെ നനഞ്ഞാലുള്ള സ്മെല്ലതാ അത്. എന്നിട്ട് ഈ ശ്വാസം മുട്ടലിന് ഭയങ്കര
ഡിഫിക്കൽട്ടാണ് ആ ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അധികമായി അസുഖം. എന്നിട്ട് 2-3 ദിവസം ഹോസ്പിറ്റലിൽ പോക്കും മെഡിസിൻ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് റോൾ ചെയ്തിട്ട് അങ്ങനെ തന്നെ ടെറസിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് ഒരു 3-4 ദിവസം വെയിൽ കൊണ്ടിട്ടാണ് പിന്നെ അത് റെഡിയാക്കിയിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വേറെ സ്ഥലത്തായിരുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം വേറൊരു ഷോപ്പാണ്. പക്ഷെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല പുതിയ ഒരു ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മൾ തുണിയൊക്കെ അലക്കിയാലുണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അല്ല സോഫ നീക്കിയിട്ട് അതിന്റെ ഉള്ളിലാക്കിയിട്ടും വെക്കാം. എന്ന സ്ഥലം ഉണ്ടാവും. ചെയ്യും മനസ്സിലായാ? ആ ഷാർട്ടി ഇപ്പോൾ എല്ലാം ഇങ്ങോട്ട് നീക്കി കൊടുക്ക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കുഞ്ഞിപ്പത്തിൽ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എനിക്ക് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കുഞ്ഞിപ്പത്തിൽ. അതും ബീഫ് വെച്ചിട്ട് തന്നെ ചെയ്യണം, എന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പലരും പല വെറൈറ്റി ടൈപ്പിലായിരിക്കും കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുക. അതുപോലെ കക്ക റൊട്ടി എന്നൊക്കെ ഇതിന് പേര് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ കുമ്പിളപ്പത്തിലിൻ്റെ റെസിപ്പിയും ബീഫ് വെച്ചിട്ട് തന്നെയാണ് കുമ്പിളപ്പത്തിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടെ. ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാമെങ്കിലും ബീഫിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുഹബത്ത് കാ സർബത്തും ആ ഒരു കുമ്പിളപ്പത്തിൻ്റെയും ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇഫ്താർ ടൈമിൽ ഈ ഒരു ഡ്രിങ്കും കുമ്പളപ്പത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.